നേതാവ് ശ്രീ സി കെ ഷാക്കിർ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ഷാക്കിർ, അന്ന് ജലീൽ നടത്തിയ ആ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇല്ല എന്നുള്ള പ്രഖ്യാപനവും ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ നിലപാടും ഒന്ന് താരതമ്യം ചെയ്യൂ. ഷാക്കിർ കേൾക്കാമോ? കേൾക്കുന്നുണ്ട്. ഇത് നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചതാണ്. കെ ടി ജലീൽ എന്ന് പറഞ്ഞാൽ അധികാരത്തോട് ആർത്തിമൂത്ത് എന്താ പറയാ CPM-നൊപ്പം ചേർന്നതാണ്. ഇപ്പോ അടുത്ത കാലത്തായി അദ്ദേഹം നടത്തിയിട്ടുള്ള ചില പ്രസ്താവനകളും കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനം നമ്മൾ കണ്ടാൽ നമുക്ക് മനസ്സിലാകും. അദ്ദേഹം മുൻകാലങ്ങളിൽ ഇപ്പോൾ അത് എനിക്ക് അധികാര താല്പര്യമില്ല എന്നൊക്കെ വരുത്തി തീർത്തിട്ട് കഴിഞ്ഞ തവണയും അദ്ദേഹം മത്സരിക്കാനിറങ്ങി. പിന്നെ മന്ത്രിസ്ഥാനം പോയ സമയത്ത് നമുക്കറിയാം അദ്ദേഹം നടത്തിയിട്ടുള്ള സ്വജനപക്ഷപാതം, അദ്ദേഹത്തിന്റെ ബന്ധുവിനെ നൽകിയിട്ടുള്ള നിയമനത്തിൽ അദ്ദേഹത്തിന്റെ മന്ത്രിസ്ഥാനം തെറിച്ചത്. ഇതുമായി ബന്ധപ്പെട്ടൊക്കെ അദ്ദേഹം ഇപ്പൊ ഫിറോസിനോട് എന്താ പറയാ ദേഷ്യം തീർക്കുകയാണ്. ഫിറോസ് സത്യസന്ധമായി രാജ്യത്തെ നിയമം അനുസരിച്ച് അദ്ദേഹം ചെയ്ത തെറ്റ് വിളിച്ചു പറഞ്ഞു. ജനാധിപത്യ സംവിധാനത്തിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പൊ അദ്ദേഹം അതിന് പ്രതികാരമായി എന്താ പറയാ വാക്കുകൾ പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുകയാണ്. അതിന്റെ ഒരു പ്രശ്നമാണ് നിലവിൽ കാണുന്നത്. അല്ലാണ്ട് ഇത് നമ്മളൊക്കെ നേരത്തെ പ്രതീക്ഷിച്ചതാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് തൊട്ട് മുമ്പ് പറയുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ അത് ഇപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ആവേശം മൂത്ത് പറഞ്ഞു എന്ന് മാത്രമേ. പക്ഷേ ജലീൽ തവനൂരിൽ വന്നാൽ അത് ലീഗ് കഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ്. ജലീലിനെ മലർത്തി അടിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല ഷാക്കിർ, അതൊരു സത്യമാണ്. അല്ല മഞ്ജുഷേ, തവനൂർ ലീഗിന്റെ സീറ്റല്ല, തവനൂർ കോൺഗ്രസ് മത്സരിക്കുന്ന മണ്ഡലമാണ്. ലീഗും ജലീലുമായി ജലീലിന് തന്റെ ഇടം ഉണ്ടെങ്കിൽ മുസ്ലിം ലീഗിന്റെ സീറ്റിലേക്ക് മത്സരിക്കാൻ വരട്ടെ. നമുക്ക് മത്സരം എന്താണെന്നോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് അദ്ദേഹത്തിന്റെ ജനങ്ങൾക്കിടയിലുള്ള അഭിപ്രായം എന്താണെന്ന് കാണിച്ചു കൊടുക്കാനോ. പഴയ കാലത്ത് ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു ലീഗിനെതിരെ അതെന്ത് വെല്ലുവിളിയാണ്? UDF-ന്റെ സീറ്റ് അല്ലേ അത്? ലീഗിന്റെ സീറ്റിൽ തന്നെ മഞ്ജുഷ് ലീഗിന്റെ സീറ്റ് എന്ന് പറഞ്ഞപ്പോഴാണ് കുഞ്ഞാലിക്കുട്ടിയെ തോൽപ്പിച്ച ആളാണല്ലോ. മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള അല്ലെങ്കിൽ മുസ്ലിം ലീഗ് മത്സരിക്കുന്ന മണ്ഡലങ്ങളുണ്ട്. അല്ല, അത് അങ്ങനെ പല മാരാരെ കുറിച്ച് അച്യുതാനന്ദൻ തോറ്റിട്ടില്ലേ? ലീഗിന്റെ സീറ്റിലേക്ക് വരണം ജലീൽ എന്ന് പറയുന്നതിൽ എന്താണുള്ളതാണ്? ഇത് UDF-ന്റെ സീറ്റാണല്ലോ. ലീഗിന്റെ സഹായത്തോടു കൂടി തന്നെയാണല്ലോ ജയിക്കുന്നതും UDF. അല്ല, നിങ്ങൾ പറഞ്ഞതിന് മറുപടിയാണ് ലീഗിനെ മലർത്തി അടിക്കാന്ന് പറഞ്ഞാൽ ലീഗിന്റെ സീറ്റിലേക്ക് വരണം. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് സാധിച്ചിട്ടില്ലല്ലോ എന്നാണ്. നിങ്ങൾക്ക് സാധിച്ചിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ UDF എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അദ്ദേഹത്തിന് അത്രമാത്രം ആത്മവിശ്വാസം ഉണ്ടായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹം ലീഗിന് സ്വാധീനം കുറഞ്ഞ മണ്ഡലത്തിലേക്ക് പോയി? തവനൂർ മണ്ഡലം എന്ന് പറഞ്ഞാൽ തിരൂർ നിയോജകമണ്ഡലത്തിലെ CPM ഭൂരിപക്ഷം ഉണ്ടായിരുന്ന വട്ടംകുളം, തവനൂർ പഞ്ചായത്തുകളും അതുപോലെ തന്നെ പൊന്നാനി നിയോജകമണ്ഡലത്തിലെ CPM മേഖലകളും കേന്ദ്രീകരിച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള മണ്ഡലമാണ് തവനൂർ മണ്ഡലം. ആ മണ്ഡലത്തിലേക്കാണ് അദ്ദേഹം മത്സരിക്കാൻ പോയിട്ടുള്ളത്. അല്ലാണ്ട് ലീഗിന് സ്വാധീനമുള്ള അല്ലെങ്കിൽ അദ്ദേഹം നേരത്തെ മത്സരിച്ച കുറ്റിപ്പുറം മണ്ഡലം ഉണ്ടല്ലോ, ഇപ്പൊ കോട്ടക്കലായിട്ടുണ്ടല്ലോ. കോട്ടക്കൽ മണ്ഡലത്തിൽ മത്സരിക്കാൻ കെടിയലിന് ധൈര്യം ഉണ്ടോ? ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. ഏതെങ്കിലും മുസ്ലിം ലീഗ് മണ്ഡലത്തിലേക്ക് അല്ലെങ്കിൽ UDF-ന് അനുകൂല മണ്ഡലത്തിലേക്ക് വന്ന് മത്സരിക്കട്ടെ. പകരമായി CPM സ്വാധീനമുള്ള മണ്ഡലത്തിൽ പോയി ലീഗിനെ വെല്ലുവിളിച്ചത് വല്ല കാര്യമുണ്ടോ? അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ ലീഗിനോടാണ് അല്ലെങ്കിൽ മത്സരം ജയിക്കാൻ താല്പര്യമെന്നുണ്ടെങ്കിൽ, അല്ലെ മലപ്പുറം ജില്ലയിൽ ഇവർക്ക് വലിയ ശക്തി ഉണ്ട് അല്ലെങ്കിൽ ജനപിന്തുണ ഉണ്ട് എന്ന് ഇവർക്ക് തോന്നുന്നുവെങ്കിൽ ലീഗിന്റെ സീറ്റിലേക്ക് മത്സരിക്കാൻ വരട്ടെ. തവനൂരിൽ ജലീലിനെ തോൽപ്പിക്കുക ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലെ UDF? ഒരിക്കലുമല്ല. തവനൂരിൽ തന്നെ ഇത്തവണ വലിയ ഭൂരിപക്ഷത്തിൽ UDF ജയിക്കും, അതിന് സംശയമൊന്നുമില്ല. പക്ഷെ മുസ്ലിം ലീഗിനെ മലർത്തിയടിക്കുക എന്ന് നിങ്ങൾ മഞ്ജുഷ് പറഞ്ഞപ്പോ UDF ആണ് ഞാൻ ഉദ്ദേശിച്ചത്, അതാണ് ഞാൻ പറഞ്ഞത്. UDF ആണെങ്കിൽ UDF അവിടെ വലിയ മാർജിൻ ജയിക്കും. ഒന്ന്, ഈ പിണറായി വിജയന്റെ ദുർഭരണവും കെ ടി ജലീലിന്റെ ഈ അവസരവാദ രാഷ്ട്രീയവും സ്വജനപക്ഷപാതവും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പൊ തന്നെ അദ്ദേഹത്തിന്റെ ഓരോ ദിവസം പത്രസമ്മേളനം FB പോസ്റ്റൊക്കെ നിങ്ങൾ നോക്കി ഒരു ചെറിയ കുട്ടിക്ക് പോലും എന്താ പറയാ ചിരി വരുന്ന തരത്തിലുള്ള പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ. ഏതെങ്കിലും വ്യക്തികൾ അദ്ദേഹത്തിന്റെ മന്ത്രിസ്ഥാനം നിയമപരമായി നിലനിൽക്കാൻ കഴിയാത്തതിന്റെ ഫലമായി മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടപ്പോ അതിന്റെ ദേഷ്യമൊക്കെ വേറെ ചില മാന്യന്മാരായ വ്യക്തികളോട് തീർക്കുകയാണ്. അല്ലാണ്ട് PK ഫിറോസിനെതിരെ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചതിന് അദ്ദേഹം പരാതി കൊടുത്തൊക്കെ അതൊക്കെ അത്ര ലൈറ്റ് ആയിട്ട് കാണേണ്ട കാര്യങ്ങളാണോ? ഇതിന് മുമ്പും കെ ടി ജലീൽ കുറെ പരാതി കൊടുത്തല്ലോ ഫിറോസിനെതിരെ. വല്ലതും സംഭവിച്ചോ? ഈ പിണറായി വിജയനല്ലേ കേരളം ഭരിക്കുന്നത്? ആഭ്യന്തര വകുപ്പും അന്വേഷണ ഏജൻസികൾക്ക് ഇവരെടുത്തില്ലേ? കൊടുത്തിട്ടുണ്ട്. അല്ല, വിജിലൻസിൽ കൊടുത്തല്ലേ പേടിയില്ലല്ലോ. ഫിറോസിനും യാതൊരു പ്രശ്നമില്ല. ഫിറോസ് പറഞ്ഞ്, ലീഗിന്റെ നേതൃത്വം പറഞ്ഞ്, ഞങ്ങളും പറയുന്നത് അങ്ങനെ എന്തെങ്കിലും തരത്തിൽ പേടിക്കണം എന്നുണ്ടെങ്കിൽ തെറ്റ് ചെയ്തവർക്കേ പേടിയുള്ളൂ. ഞങ്ങൾക്കാർക്കും തെറ്റ് ചെയ്തതിന്റെ പേരിൽ മന്ത്രിസ്ഥാനം പോയിട്ടില്ല, ലീഗിന്റെ നേതാക്കന്മാർക്ക് പോയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കെ ടി ജലീലാണ് സ്വജനപക്ഷപാതവും സത്യപ്രതിജ്ഞാ ലംഘനം നടത്തി മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടിട്ടുള്ളത്. അതിന്റെ ആ ഒരു അസ്വസ്ഥതയിൽ അദ്ദേഹം ഇപ്പോഴും മോചിതമായിട്ടില്ല. ഇത് ഇടയ്ക്കിടയ്ക്ക് പറയാം ഞാൻ ഇനി മത്സരിക്കാനില്ല എന്ന് പറയാം. കുറെ കഴിഞ്ഞിട്ട് ശ്രീനിവാസന്റെ സിനിമയിൽ പറയുന്നില്ല, അയ്യോ അച്ഛാ പോവല്ലേ. ആ രീതിയിലാണ് കെ ടി ജലീൽ പെരുമാറുന്നത്.
അതെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് പ്രതീക്ഷിച്ച ഒരു ഡയലോഗാണ്. പക്ഷേ അത് അദ്ദേഹം ആവേശം മൂത്ത് നേരത്തെ പറഞ്ഞു പോയി. അതേ ഇതിലുള്ളൂ. ഇതൊന്നും അത്ര ഗൗരവത്തിൽ എടുക്കേണ്ട ഒരു വിഷയമല്ല. ഞങ്ങൾ അത് കാര്യത്തിൽ കാണുന്നില്ല. കേരളത്തിൽ 100 സീറ്റിലധികം നേടി UDF 2026 അധികത്തിലും അതിലൊരു സീറ്റായി തവനൂരും ഉണ്ടാവും. അത് നിങ്ങൾ പറയാൻ ലീഗിനെ വളർത്തിയെടുക്കല്ല, കോൺഗ്രസിന്റെ സീറ്റ് അല്ല, കോൺഗ്രസ് ജലീലിനെ തോൽപ്പിക്കുമെന്ന്. ശരി, ഞാൻ നന്ദി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന്.